ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിന്റെ നിയമങ്ങളെ യഥാവിധി അനുസരിച്ച് പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിന്റെ പാതി നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർമ്മങ്ങളെ ഒരു ആത്മവിചാരണക്ക് വിധേയമാക്കി ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ സജീവമായി നന്മകളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും നിങ്ങളും അങ്ങേയറ്റം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ രൂപത്തിൽ വിശുദ്ധ റമളാനിനെ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിലെ രണ്ടാമത്തെ പത്തിലേക്ക് എത്തുമ്പോൾ, വിശിഷ്യ റമളാനിന്റെ 17ലേക്ക് അടുക്കുമ്പോൾ, വിശ്വാസികളുടെ മനസ്സിൽ വലിയ ദൃഷ്ടാന്തമായി കടന്നുവരുന്ന സംഭവമാണ് ബദർ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സംഭവത്തെ കുറിച്ച് പറഞ്ഞത്, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖത. ബദറിൽ ഏറ്റുമുട്ടിയ ആ രണ്ട് വിഭാഗങ്ങളിൽ തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. യുദ്ധം കഴിഞ്ഞ് 1444 വർഷം പിന്നിടുമ്പോഴും വിശ്വാസികളുടെ മനസ്സിൽ വലിയൊരു അത്ഭുതമായി നിലനിൽക്കേണ്ട ഒന്ന് തന്നെയാണ് ബദർ. കാരണം ആയുധബലമോ ആൾബലമോ ഒന്നുമില്ലാതെ മൂന്നിരട്ടി വരുന്ന സൈന്യത്തെ ചൂട് സഹിച്ച്, ദാഹം സഹിച്ച്, വിശപ്പ് സഹിച്ച് ആ സൈന്യത്തെ നേരിട്ട് പരാജയപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. ഭൗതികമായി അങ്ങേയറ്റം ദൗർബല്യമായിരുന്നു മുസ്ലിങ്ങളുടെ സൈന്യത്തിന്. അവർ ഒരു യുദ്ധത്തിനു വേണ്ടി പോയതായിരുന്നില്ല. മറിച്ച് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം മുസ്ലിങ്ങളെ തകർക്കുന്നതിന് വേണ്ടി കോപ്പുകൂട്ടി ഒരു കച്ചവട സംഘം ഷാമിലേക്കുള്ള യാത്ര പോകുന്നതിനിടയിൽ അവരെ പ്രതിരോധിക്കുക, അവരെ തടയുക എന്നത് മാത്രമാണ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും സഹാബത്തിന്റെയും ലക്ഷ്യം. അങ്ങനെ ഒരു യുദ്ധത്തിന് ഒരുങ്ങിപ്പോയതായിരുന്നില്ല സഹാബത്ത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഉണ്ടായത് 2 കുതിര, 70 ഒട്ടകം, 313 അംഗങ്ങൾ. ഈ രൂപത്തിൽ പൊട്ടിയ വാളും ഒട്ടിയ വയറുമായിട്ടാണ് ബദറിലേക്ക് അവരെത്തണത്. പക്ഷേ അവരെക്കാൾ 3 വരുന്ന സൈന്യത്തെ പരാജയപ്പെടുത്തി വിജയത്തിന്റെ വെന്നിക്കൊടി അവർ പാറിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അതൊരു ദൃഷ്ടാന്തമാണ്, അതൊരു അത്ഭുതമാണ്. എങ്ങനെയാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്? എങ്ങനെയാണ് അവർക്ക് ആ യുദ്ധം വിജയിക്കാൻ സാധിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ വളരെ ദുർബലരായിരുന്നു. ആ സന്ദർഭത്തിൽ ബദറിൽ നിങ്ങളെ ഞാൻ സഹായിച്ചു. അഥവാ അവരുടെ വിജയത്തിന് കാരണം അല്ലാഹുവിന്റെ സഹായമാണ്. അല്ലാഹുവിന്റെ സഹായമുള്ളത് കൊണ്ടാണ് അവർ വിജയിച്ചത്. അഥവാ
അള്ളാഹുവിന്റെ റസൂലും ആ 313 ബദരീങ്ങളും അള്ളാഹുവിന്റെ സഹായത്തിന്, ആകാശ ലോകത്ത് വരുന്ന സഹായത്തിന് അർഹരായിരുന്നു. അതുകൊണ്ടാ അങ്ങേറ്റം പ്രതിസന്ധിയുള്ള ആ ഘട്ടത്തിൽ, പ്രയാസം നിറഞ്ഞ ആ ഘട്ടത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചത് അന്ന് സഹായിച്ചോണ്ടാണ്. അഥവാ ഇങ്ങനെ നമ്മൾ പറയണമെങ്കിൽ അള്ളാഹു സഹായിക്കപ്പെടാൻ അർഹരായിരുന്നു അവർ. നമ്മുടെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കുന്നവരല്ലേ? വ്യക്തിപരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നില്ലേ? സാമുദായികമായി, സാമൂഹികമായി, ശാരീരികമായി, മാനസികമായി നമ്മൾ ഒട്ടേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. അവിടെ നമുക്ക് സഹായം വേണം, അവിടെ നമുക്ക് രക്ഷ വേണം, അവിടെ നമുക്ക് സമാധാനം വേണം, അവിടെ നമുക്ക് സ്വാതന്ത്ര്യം വേണം. ആരുടെ? അള്ളാഹുവിന്റെ സഹായം വേണം, അള്ളാഹുവിന്റെ രക്ഷ വേണം. പക്ഷേ സഹോദരങ്ങളെ, ആ റബ്ബ് സഹായിക്കാൻ ബദരീങ്ങൾ അർഹരായതുപോലെ നമ്മളും അർഹരാവണം. എങ്ങനെയാണ് അവർ അർഹരായത്? 5 പോയിന്റ് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തട്ടിച്ചു നോക്കുക. അള്ളാഹു സഹായിക്കാൻ അർഹരാകുന്നതിന് വേണ്ടിയുള്ള ആ 5 ഗുണങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അള്ളാന്റെ സഹായം ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് മുന്നോട്ട് പോകയില്ല. ഓരോ രാവിലെയും വൈകുന്നേരം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. എന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹുവേ, നീ നമ്മെ സഹായിക്കണേ എന്നാണ്. ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം അല്ലാഹ് എന്നെ നീ ഏൽപ്പിക്കല്ലേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, റബ്ബിന്റെ സഹായത്തിന് അർഹരാകുന്ന ഒരു ജീവിതം കെട്ടിക്കൊടുക്കാൻ നമുക്ക് കഴിയണം. ബദറിങ്ങനെ കേൾക്കുമ്പോ സഹോദരങ്ങളെ ആ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റേണ്ടത്. എങ്ങനെയാ അവർക്ക് സഹായം കിട്ടിയത്? അതിൽ ഒന്നാമത്തെ ഗുണം സഹോദരങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അവരുടെ വിശ്വാസമാണ് അവരെ സഹായിക്കപ്പെട്ടത്. കറകളഞ്ഞ തൗഹീദിന്റെ ഉടമകളായിരുന്നു അവർ. തെറ്റുപറ്റാത്ത, മാലിന്യം സംഭവിക്കാത്ത, അക്രമം സംഭവിക്കാത്ത കറകളഞ്ഞ മുവഹിദുകളായിരുന്നു ആ പ്രവാചകരും സഹാബത്തും. അഥവാ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചവർ മാത്രമല്ല, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്ന് വിശ്വസിക്കുക മാത്രമല്ല, എല്ലാം കാണുന്നവൻ അള്ളാഹുവാണ്, എല്ലാം കേൾക്കുന്നവൻ അള്ളാഹുവാണ്, എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ് എന്നൊരു വിശ്വാസം മാത്രമല്ല ബദരീകൾക്ക്. മറിച്ച് എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആ റബ്ബിനോട് മാത്രമേ അവർ ഏത് പ്രതിസന്ധിയിലും തേടിയിട്ടുള്ളൂ, പ്രാർത്ഥിച്ചിട്ടുള്ളൂ, സഹായം ചോദിച്ചിട്ടുള്ളൂ, ആരാധനകൾ അർപ്പിച്ചിട്ടുള്ളൂ. അതാണ് അവർ ഏറ്റവും വലിയ ക്വാളിറ്റി. അള്ളല്ലെന്ന് വിശ്വസിച്ചത് മാത്രമല്ല, അള്ളാഹു എല്ലാം കാണുന്നു, അറിയുന്നു, ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹ്. പക്ഷേ അത് മാത്രമല്ല, ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുണ്ടോ, പ്രയാസമുണ്ടോ, ദുരിതങ്ങളുണ്ടോ, കഷ്ടപ്പാടുണ്ടോ, അവിടെ അള്ളാഹു അല്ലാത്ത വേറൊരു ശക്തിയോട്, ഒരു വ്യക്തിയോട്, ഒരു വസ്തുവിനോട് അവർ തേടിയിട്ടില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. അതാണ് അവരുടെ ക്വാളിറ്റി. എന്നാ മുശ്രിക്കുകളോ, അവരെ നേരിട്ട 1000 സംഘത്തിന്റെ വിശ്വാസത്താ അവരും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. ഈ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, ഈ ലോകം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, മഴയിറക്കുന്നത് അള്ളാഹുവാണ്, അള്ളാഹു എല്ലാം കാണുന്നു, അള്ളാഹു എല്ലാം കേൾക്കുന്നു, അള്ളാഹു എല്ലാം അറിയുന്നു. ബദറിൽ പോലും അവർ അള്ളാഹിനോടാ പ്രാർത്ഥിച്ചത്. അവരുടെ നേതാവായ അബൂജഹൽ പ്രാർത്ഥിക്ക, അല്ലാഹു മൻസുർ അഇസ്സൽ ജുൻദൈൻ. കൈകൾ ഉയർത്തിയിട്ട് അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കാറ്, അല്ലാഹു മൻസുർ അഇസ്സൽ ജുൻദൈൻ വഅക്രിമൽ ഫിഅതൈൻ വഖൈറൽ കബീരതൈൻ. ആരാ പ്രാർത്ഥിക്കണത്? അബൂജഹൽ പ്രാർത്ഥിക്കണത്. അല്ലാഹ് സത്യത്തിന്റെ ഈ സംഘത്തെ, ഒരു സംഘത്തെ നീ വിജയിപ്പിക്കണേ എന്ന് ആരെ പ്രാർത്ഥിക്കണത്? അബൂജഹൽ പ്രാർത്ഥിക്കണത്. പിന്നെന്തിനാ സഹോദരങ്ങളെ അവർ പരാജയപ്പെട്ടു പോയത്? മുസ്ലിങ്ങളെക്കാൾ ആയുധബലവും അംഗബലവും എല്ലാം ഉണ്ടായിട്ട് അവർ പരാജയപ്പെട്ടത് അവരുടെ വിശ്വാസത്തിൽ, അവരുടെ തൗഹീദിൽ മായ ചേർന്നു.
വിശ്വാസത്തിൽ മാറി ചേർന്നു. അവർ അള്ളാഹുവിനോട് തേടുന്നത് പോലെ ചില പ്രതിസന്ധി ഘട്ടത്തിൽ ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിച്ചു, ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിച്ചു, ലാത്ത എന്ന വലിയനോട് പ്രാർത്ഥിച്ചു, മനാത്ത എന്ന വലിയനോട് പ്രാർത്ഥിച്ചു. അതാണ് അവർ പരാജയപ്പെട്ട് തകരാനുള്ള കാരണത. മുസ്ലിങ്ങളോ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച്. സഹോദരങ്ങളെ, ആ വിശ്വാസമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ആ വിശ്വാസം നമ്മളിലുണ്ടോ? സഹോദരങ്ങളെ, ജീവിതത്തിൽ റബ്ബിന്റെ സഹായത്തിന് ഏറ്റവും വലിയ അർഹരായി നമ്മൾ മാറും, അല്ലേ? സമകാലിക സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉദാത്ത പരിഹാരത അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക. അള്ളാഹുവിനോട് തേടേണ്ടതുപോലെ ഒരാളോടും ഒരു ശക്തിയോട് തേടാൻ പാടില്ല. ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. ആ വിശ്വാസം നമ്മോടൊപ്പുണ്ടോ? ആ വിശ്വാസം നമ്മോടൊപ്പുണ്ടോ? ولا تهنوا, നിങ്ങൾ ബേജാറാവണ്ട, ദുഃഖിക്കേണ്ട, സങ്കടപ്പെടേണ്ട, പേടിക്കണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട. وأنتم الأعلون, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. إن كنتم مؤمنين, നിങ്ങൾ വിശ്വാസികളാണോ? ഏതാ വിശ്വാസം? അബൂജഹലിന്റെ വിശ്വാസമാണോ? ബദരീകളോട് തേടുന്ന, മുഹീദ്ദീൻ ഷേഖിനോട് തേടുന്ന, അമ്പിയാക്കന്മാരോട് തേടുന്ന, ഔലിയാക്കളോട് തേടുന്ന, അള്ളാഹുവിനോട് തേടുന്ന ആ വിശ്വാസമല്ല. മറിച്ച് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, റബ്ബിനോട് മാത്രം തേടുന്ന ആ വിശ്വാസം ഒപ്പുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ വിജയിക്കും. നമുക്ക് അള്ളാഹിന്റെ സഹായം കിട്ടും. അള്ളാഹിന്റെ കടമയാണ്, ബാധ്യതയാണ് അത്തരം ആളുകളെ സഹായിക്കുക എന്നുള്ളത്. അള്ളാന്റെ കടമയാ. അള്ളാന്റെ റസൂൽ പറയാണ്, അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്ക്, അതിനനുസരിച്ച് ജീവിക്ക്, തുഫ്ലിഹൂ, നിങ്ങൾ വിജയിക്കും. അപ്പോ അവർ വിജയിക്കാനുള്ള കാരണം എന്താ? അള്ളാഹിനോട് മാത്രം. ആ മാത്രം നമ്മൾ മറക്കാൻ പാടില്ല. അത് നമ്മുടെ ഉമ്മത്ത് മറന്നുപോയി. നമ്മുടെ ഉമ്മത്ത് മറന്നുപോയി. അള്ളാഹിനോട് തേടുന്നത് പോലെ ഔലിയാക്കളോട് തേടുന്നു, അമ്പിയാക്കളോട് തേടുന്നു. ആ രൂപത്തിൽ ജാരത്തിലേക്കും മക്കാബിലേക്കും വഴിപാടുകൾ, ഇടപാടുകൾ നടത്തി ആ രൂപത്തിലാണ് പോകുന്നത്. വിശുദ്ധ റമദാനിൽ പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തും ആ റസൂലും എന്തൊന്നിനു വേണ്ടിയാണോ രക്തം കൊടുത്തത്, എന്തൊന്നിനു വേണ്ടിയാണോ ബദറിലേക്ക് പോയത്, അതിനെ മറന്നുകൊണ്ട്, അതിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ആ ബദരീകളോട് തേടുന്ന ഏറ്റവും വലിയ ദുരന്തം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ സഹോദരങ്ങളെ, ഏറ്റവും വലിയ ദുരന്തം. അതിനെതിരെ ശക്തമായി പോരാടിയ ബദരീകളോട് വിളിക്കുക, അവരോട് തേടുക, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക. വിശുദ്ധ റമദാനിൽ പോലും ഈ ഉമ്മത്തിൽ അത് കാണുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, എങ്ങനെ അല്ലാഹുവിന്റെ സഹായം കിട്ടുക? എങ്ങനെയാ നമുക്ക് വിജയിക്കാൻ കഴിയുക? അതുകൊണ്ട് വിശ്വാസത്തിൽ മലിനമുണ്ടാകാൻ പാടില്ല, മായമുണ്ടാകാൻ പാടില്ല. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നോ, പ്രയാസം വന്നോ, അള്ളാഹിനോട് മാത്രം തേടുക, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. അത് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ 313 സഹാബാക്കള് പൊട്ടിയ വാളും പൊട്ടിയ വയറും പ്രസംഗത്തിൽ വെറുതെ പറയണല്ല, അത് യാഥാർത്ഥ്യമായിരുന്നു. ആ രൂപത്തിൽ അത് പോയിട്ടും അവർ വിജയിക്കാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം വിശ്വാസമാണ്. രണ്ടാമത്തെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ നോക്കണം. നമ്മൾ പ്രാർത്ഥന എന്ന ആയുധം, പ്രാർത്ഥന എന്ന ആയുധം, ആ വലിയ പ്രതിസന്ധിയിലും അവർ പ്രാർത്ഥന മറന്നിട്ടില്ല, പ്രാർത്ഥിക്കാൻ മറന്നിട്ടില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ തിരക്ക് പിടിച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം വേണ്ടി വരുന്ന സമയത്തും ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും ഓടും, എല്ലാം ചെയ്തു വെക്കും, എല്ലാവരും കണ്ടുമുട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. പക്ഷേ അള്ളാഹുവോട് തേടുന്നിടത്ത് സമയം അങ്ങോട്ട് കുറയും. എന്നാൽ ബദരീങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഏറ്റവും കൂടുതൽ സമയമെടുത്തത് അള്ളാഹിനോട് തേടാനാണ്. അള്ളാഹിനോട് തേടാനാ. അള്ളാഹ് പറയുന്നുണ്ട്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നബിയേ, നിങ്ങളും സംഘവും അള്ളാഹിനോട് തേടിയ സന്ദർഭത്തില് അള്ളാഹു ആകാശലോകത്ത് ആയിരക്കണക്കിന് മലക്കുകളെ തുടരെ അയച്ച് അവർക്ക് വിജയം കൈവരിച്ചു കൊടുക്കണം, അവരെ സഹായിച്ചുകൊണ്ടിരിക്കണം. എന്തിനാ? നബിയെ, നിങ്ങൾ തേടിയ പശ്ചാത്തലത്തിൽ. ഇത് അങ്ങനെ പറയണത്, ഇത് തസ്തഗീസൂന റബ്ബക്കും, നബിയെ നിങ്ങൾ ചോദിച്ച സന്ദർഭം എന്ന് ഈ ഉമ്മത്തിനെ കൊണ്ട് വായിപ്പിക്കണമെന്നില്ല, ഓദിപ്പിക്കണമെന്നില്ല.
ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ടോ, പ്രാർത്ഥന എന്ന ആയുധം മറക്കരുത്. പൊട്ടിയ വാള്, ഒട്ടിയ വയറും 313 സഹാബത്തിന്റെയും ആയുധം എന്താ അറിയോ? പ്രാർത്ഥന എന്ന ആയുധാണ്. ആയുധം കയ്യിൽ വെച്ചു അവർ മുന്നോട്ട് പോയി. അങ്ങനെയാണ് അവർക്ക് വിജയം കിട്ടിയത്. മഹാനായ ഉമർ റളിയല്ലാഹു പറയേണ്ട ആ രാത്രി, ബദറിന്റെ രാത്രി, ഉമർ റളിയല്ലാഹു ലോകത്തോട് പറയണ്ട്, അള്ളാന്റെ റസൂല് ടെന്റിൽ നിന്നുണ്ട്, അള്ളാന്റെ റസൂല് കച്ചത്തിന്റെ വെള്ള കാണുമാറ്, അള്ളാന്റെ റസൂല് കലങ്ങിയ കണ്ണുമായി അള്ളാഹുവിനെ ഇങ്ങനെ തേടുക. നാളെ ബദറിലേക്ക് പോവാണ്. അല്ലാഹുവേ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുവേ നീ വാഗ്ദത്തം ചെയ്തത് ചെയ്യണ്ടേ അല്ലാഹ്. അല്ലാഹുമ്മ ആതിമാ വഅദ്തനി, നീ വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ മനോഹരമായ വിജയം നീ നമുക്ക് തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലികൽ ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഖ്ബദു ഫിൽ അർദ്, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും ബദറിൽ പരാജയപ്പെടുത്തി കളഞ്ഞാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സംഘം ഈ ഭൂമി ലോകത്ത് ഉണ്ടാവില്ല റബ്ബേ എന്ന് ആരാ പ്രാർത്ഥിക്കണത്? ബദരീകളുടെ നേതാവ് പ്രാർത്ഥിക്കണത്. 1 മിനിറ്റ് പ്രാർത്ഥിച്ച കഥയല്ല, 1 മണിക്കൂർ പ്രാർത്ഥിച്ച കഥയല്ല. അന്നിന്റെ രാത്രി മുഴുവനായിട്ട് അള്ളാന്റെ റസൂൽ തേടിക്കൊണ്ടിരിക്കുകയാ. അള്ളാഹുവിന്റെ റസൂൽ അങ്ങേറ്റം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥന കണ്ടപ്പോ റസൂലുള്ളാഹിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. റസൂലുള്ളാഹിനോട് പറയാ, റസൂലേ മതി മതി റസൂലേ, അള്ളാഹു നമ്മളെ കൈവിടൂല, അള്ളാഹു നമ്മളെ കൈവിടൂല റസൂലേ എന്ന് ആരാ പറയണത്? അബൂബക്കർ സിദ്ദീഖാ പറയണത്. സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ ഉണ്ടോ? തീർന്നിട്ടില്ല. ബദറിലേക്ക് സഹാബത്ത് രംഗപ്രവേശനം ചെയ്തു. യുദ്ധം ഇങ്ങനെ കൊടുമ്പിന് കൊള്ളുക. ആ സമയത്ത് അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി അലി റളിയല്ലാഹു അൻഹു പറയാണ്, യുദ്ധത്തിന്റെ ഇടവേളയിൽ ഞാൻ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ടെന്റിലേക്ക് വന്ന് നോക്കൂ. എന്നിട്ടോ ആ സമയത്ത് അള്ളാന്റെ റസൂല് അള്ളാന്റെ റസൂല് സുജൂദില, അള്ളാന്റെ റസൂൽ സുജൂദില. എന്നിട്ടോ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്നവനെ എല്ലാം നിയന്ത്രിക്കുന്നവനെ അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ പോയി വീണ്ടും ഞാൻ ടെന്റിലേക്ക് വന്നു. അള്ളാന്റെ റസൂല് സുജൂദില, അള്ളാന്റെ റസൂല് സുജൂദില, അള്ളാന്റെ റസൂല് സുജൂദില. അള്ളാന്റെ റസൂല് വീണ്ടും പറയാ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ആ രൂപത്തിൽ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അലിങ്ങനെ പറയാ, തിരിച്ചുപോയി ഞാൻ വീണ്ടും വന്നു ടെന്റിലേക്ക്. അള്ളാന്റെ റസൂല് സുജൂദില. യുദ്ധം കഴിയുന്നതുവരെ പ്രാർത്ഥനയിലും സുജൂദിലും ആരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ട് പോലും ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, മാതൃകയല്ലേ? അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടോ സഹോദരങ്ങളെ? അങ്ങനെ ഒരു പ്രാർത്ഥന ശീലം നമുക്കുണ്ടോ? റമദാനിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രാർത്ഥനയുടെ കൈകൾ താഴേക്ക് വെക്കാതെ, ആ മനസ്സ് അവസാനിപ്പിക്കാതെ പ്രാർത്ഥനയോടെ കഴിയേണ്ട രാത്രിയാണിത്. പ്രാർത്ഥിക്കാൻ ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് സമയം കണ്ടെത്തുന്നുണ്ടോ? നമ്മള് അത്താഴം കഴിച്ച നമ്മളെ പരിപാടി എന്താ? ആ 10 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയ അവിടെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മുടെ നരകമോചനത്തിന്, നമ്മുടെ സ്വർഗപ്രവേശനത്തിന്, നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടാൻ, നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ, നമ്മുടെ മക്കളെ കാര്യം പറയാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്താ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പുതുതലമുറ നശിച്ചുകൊണ്ടിരിക്കുക. ക്യാമ്പസുകളിൽ സെന്റ് ഓഫും കലാലയങ്ങളിലെ സെന്റ് ഓഫും ആടിത്തിമിർത്ത് അങ്ങനെ അവഹേളനത്തിന്റെ, അക്രമത്തിന്റെ ഒരു കേന്ദ്രമായി, ഒരു പ്രവർത്തനമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അത്രമേൽ അപകടത്തിലേക്ക് ഈ പുതുതലമുറ വളർന്നു വരുമ്പോ രക്ഷിതാക്കളെ വീഡിയോ കണ്ട്, വാർത്തകൾ കണ്ട് പരിതപിക്കുന്നതിനപ്പുറത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട സമയം. അല്ലാഹുവേ, എന്റെ മകനെ നീ സ്വാലിഹാക്കണേ, എന്റെ മകളെ നീ സ്വാലിഹാക്കണേ എന്ന പ്രാർത്ഥന ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അള്ളാന്റെ റസൂൽ നമുക്ക് അവിടെ മാതൃക കാണിച്ചു. അങ്ങനെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് വലിയ താബിയാണ്. അദ്ദേഹം ഇങ്ങനെ നമസ്കാരം ഇങ്ങനെ സുദീർഘമായിട്ട് രാത്രി നമസ്കരിക്കും. സുജൂദിലെത്തുമ്പോ സഈദ് ഇബ്നു മുസയ്യിബിനെ തന്റെ മക്കൾ ഓർമ്മ വരും. എന്നിട്ട് ആ മക്കൾക്ക് വേണ്ടി സുജൂദിൽ പ്രാർത്ഥിക്കുന്നതാണ്. രക്ഷിതാക്കളെ ഉസ്താദിനടുത്ത് എന്റെ മോൻ ശരിയല്ല എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അത് വലിയൊരു ആയുധമാണ്.
അത് വലിയൊരു ആയുധമാണ്. അത് സ്വഹാബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. നമുക്കതുണ്ടോ നോക്കാം. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഈ റമദാനില് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വെള്ളിയാഴ്ചയിലൊരു സമയമുണ്ട് എന്നാണ്. ആ വെള്ളിയാഴ്ചയുടെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? റമദാനിൽ സമയമുണ്ടെന്നാണ്, അത്തായത്തിന്റെ സമയമുണ്ടെന്നാണ്, നോമ്പ് മുറിക്കൊരു സമയമുണ്ടെന്നാണ്. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് വിജയം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, അതേപോലെ തന്നെ സന്തോഷം ഉണ്ടാവും. മൂന്നാമത്തെ പോയിന്റ് എന്താ അറിയോ? അനുസരണമാണ്. അനുസരണം നമുക്കുണ്ടോ നമ്മൾ നോക്കാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിളി കേട്ടിട്ട് നാടും വീടും കൂടും സമ്പത്തും കച്ചവടവും എല്ലാം വിട്ടിട്ട് അവർ മദീനയിലേക്ക് പോയി സ്വസ്ഥമായി ഒന്ന് ജീവിക്കാൻ, അള്ളാഹനെ മാത്രം ആരാധിച്ച് കഴിയാൻ, ഈമാനോടുകൂടി ഇസ്ലാമോടുകൂടി ജീവിക്കാൻ. പക്ഷെ അവിടെയും ശത്രുക്കൾ വിട്ടിട്ടില്ല. 2 വർഷമാകുമ്പോഴേക്കും വീണ്ടും ശത്രുക്കള് അവരാക്രമിക്കാൻ വരികയാണ്. വല്ലാത്തൊരു പ്രതിസന്ധി, വല്ലാത്തൊരു പരീക്ഷണം. അവിടെയും അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്ത സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്. ആരാ സഹാബത്ത്? അവരോട് ചോദിക്കുക. മുഹാജിർ നേതാവായ മിഖ്ദാദ് ഇബ്നു അംർ പറയുന്ന ഒരു രംഗണ്ട്. യാ റസൂലല്ലാഹ് വല്ലാഹു ലാ നഖൂലു ലക കമാ ഖാലത്ത് ബനൂ ഇസ്രായീൽ ലിമൂസാ. മൂസാ നബിയോട് ബനൂ ഇസ്രായേലിനോട് മൂസാ നബിയോട് ബനൂ ഇസ്രായേൽ പറഞ്ഞതുപോലെയുള്ള വർത്താനം ഞങ്ങൾ പറയൂല. എന്താ? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഉനാ ഖായിദൂൻ. നീ നിന്റെ റബ്ബ് പോയിട്ട് യുദ്ധം ചെയ്തോ, നീ നിന്റെ റബ്ബ് പോയിട്ട് യുദ്ധം ചെയ്തോ. അങ്ങനെ പറയൂല നബിയെ ഞങ്ങള്, അങ്ങനെ പറയൂല നബിയെ ഞങ്ങള്. വലാകിൻ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമാ മഖാതിലൂൻ. നബിയെ നിങ്ങൾ യുദ്ധത്തിന് മുന്നിട്ടിറങ്ങിക്കോ, പിന്നിൽ ഞങ്ങളുണ്ടാവും നബിയെ, ഞങ്ങളുണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജസ്റ്റ് ഒന്ന് വിളിച്ചപ്പോ ആ പ്രവാചകൻ അനുസരിച്ചിട്ട് അവർ ഓടിയെത്തി എന്നാണ് ബദറിലേക്ക്. നിങ്ങൾ മുന്നിട്ടിറങ്ങുന്ന നബിയെ, ഞങ്ങൾ പിന്നിലുണ്ടാവും. എന്തൊരു അനുസരണ സഹോദരങ്ങളെ. പ്രതിസന്ധിയുണ്ട് അല്ലെ? കുടുംബത്തിൽ ഇപ്പൊ ആരാളില്ല? കച്ചവടത്തിന്റെ കാര്യം ആരാ നോക്കുക? മക്കളെ കാര്യം ആരാ നോക്കുക? ഒന്നും ചിന്തിച്ചിട്ടില്ല. പ്രവാചകൻ അനുമതി ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലേ ഇദ്ഹബ്, നിങ്ങൾ പോ റസൂലേ, നിങ്ങൾ മുന്നിൽ നിൽക്കുന്ന റസൂലേ, ഞങ്ങൾ പിന്നിലുണ്ടാവും. ആ അനുസരണം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ സഹോദരങ്ങളെ? സഅദ് ഇബ്നു മുആദ്, അൻസാർ നേതാവ് സഅദ് ഇബ്നു മുആദ് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, സഅദ് ഇബ്നു മുആദ് റസൂലേ ലിമാ അറത്തു ഫനഹ്നു മഅക്. റസൂലേ നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങളുണ്ടാകും. സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ഊരിയിടാനാണോ താങ്കൾ പറയണത്? റസൂലേ നിങ്ങൾ അങ്ങനെയാണോ പറയണത്? ആ ഉഹുദിന്റെ മലമുടെ ആ കാണുന്ന പർവ്വതത്തിന്റെ മലയിലേക്ക് കയറി ചെല്ലാനാണോ പറയണത്? ഞങ്ങളുണ്ടാകും റസൂലേ, നിങ്ങൾ മുന്നിൽ നിൽക്കുക. എന്തൊരു വലിയ അനുസരണം സഹോദരങ്ങളെ. ആ അനുസരണാണ് അവർക്ക് വിജയം സമ്മാനിച്ചതെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു? നമ്മളോട് നാടും വീടും കൂടും സമ്പത്തും കച്ചവടവും വിട്ടിട്ട് യാത്ര പോകാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. നമ്മളോട് അതൊന്നും പറഞ്ഞിട്ടില്ല. 5 വക്ത് നിസ്കരിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. കഴിയുണ്ടോ നമുക്ക്? സുന്നത്ത് നമസ്കാരം 12 റക്അത്ത് റവാത്തിബ് നമസ്കാരം കൽപ്പിച്ചിട്ടുള്ളൂ. കഴിയുണ്ടോ നമുക്ക്? അല്ലേ? നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്വതക്ക ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളോട് പറഞ്ഞത്. നമുക്കത് അനുസരിക്കാൻ കഴിയുണ്ടോ? നമ്മുടെ വേഷവിധാനങ്ങൾ ശരിയാക്കാനല്ലേ പറഞ്ഞത്? നമുക്ക് അനുസരിക്കാൻ കഴിയുണ്ടോ? നമ്മുടെ വേഷവിധാനങ്ങൾ അനുസരിക്കുന്നിടത്താണോ നമ്മളുള്ളത്? ധിക്കരിക്കുന്നിടത്താണോ നമ്മളുള്ളത്? ആ പ്രവാചകന്റെ കൽപ്പനയെ അനുസരിക്കുന്നിടത്താണോ നമ്മളുള്ളത്? ധിക്കരിക്കുന്നിടത്താണോ നമ്മളുള്ളത്? നമ്മുടെ മോൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ധരിക്കുന്ന വേഷേത ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണാണോ? സ്വർഗത്തിന്റെ പരിമളം കിട്ടൂല. അള്ളാന്റെ റസൂലിനെ ധിക്കരിക്കല. ഇന്ന് അങ്ങാടിയിൽ ഇറങ്ങാൻ കഴിയണില്ല. മുസ്ലിം ഉമ്മത്തിന്റെ പെൺകുട്ടികൾ അങ്ങാടിയിലൂടെ നടന്നു നിന്നത് അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ച വേഷത്തിലാ. നമ്മുടെ മക്കൾ അതിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ ധിക്കാരമാണ് അള്ളാഹുവിന്റെ റസൂലിനോട്. യുദ്ധം ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. മക്കളെ മാന്യമായ വേഷം ധരിപ്പിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നെരിയാണിക്കുമ്പോൾ വേഷം ധരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നല്ല അന്യ പുരുഷന്മാരെ ആകർഷണിക്കില്ലാത്ത ഒരു വേഷം ധരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പറ്റുണ്ടോ നമുക്ക് അനുസരിക്കാൻ? പറ്റുണ്ടോ നമുക്ക് അനുസരിക്കാൻ? നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, നമ്മുടെ വിഷയത്തിൽ നമുക്ക് അങ്ങനെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുണ്ടോ? ജുമുഅക്ക് ഒരു 10-45 മിനിറ്റ് ചെലവഴിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് നേരത്തെ വരാനേ പറഞ്ഞിട്ടുള്ളൂ. പറ്റുണ്ടോ നമുക്ക്? യുദ്ധത്തിനൊന്നും പോകാൻ പറഞ്ഞിട്ടില്ല. ഒരു 5 മിനിറ്റ് നേരത്തെ വരാൻ നമ്മളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് അനുസരിക്കാൻ നമുക്ക് പറ്റുണ്ടോ? ഇല്ലെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് എങ്ങനെ വിജയം ഉണ്ടാക്കുക? ഇപ്പൊ നമ്മൾ പറയാം, എനിക്ക് സമാധാന സന്തോഷത്തിനല്ലേ, എന്റെ ജീവിതത്തിൽ ഒരു കുറവില്ലല്ലോ. പക്ഷെ സഹോദരങ്ങളെ പിടിക്കും അല്ലാഹു.
മരിക്കണ സന്ദർഭത്തിൽ ഒരു പിടുത്തം പിടിക്കാനുണ്ട്. ഈ ചെയ്ത ചെയ്തികൾക്കൊക്കെ ഒരു പിടുത്തം പിടിക്കാനുണ്ട്. അതുമുതൽ തുടങ്ങും നമ്മുടെ യാത്ര, അസമാധാനത്തിന്റെ യാത്ര, സന്തോഷമില്ലായ്മയുടെ യാത്ര അവിടുന്ന് തുടങ്ങും. അതുകൊണ്ട് അനുസരണം എന്നുള്ളത് മഹാനായ എത്രത്തോളം അറിയോ, ആ സഹാബത്തിന്റെ ചരിത്രം വായിക്കുന്നിടത്ത് ഇതുപോലെ അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറിയിട്ട് ഖുതുബ നടക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചരിത്രം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാ ഇജ്ലിസ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയേണ്ട താമസം മദീന പള്ളിയുടെ ദൂരത്ത് നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നടന്നു വരിക. മിമ്പറിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇജ്ലിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ പള്ളിയിലെത്താതെ ആ മണൽ പരപ്പില് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബി റസൂലിന്റെ ഇജ്ലിസ് എന്ന് പറഞ്ഞപ്പോ അവിടെ ഇരുന്നു. അതാണ് അനുസരണം. അവിടെ ഇരുന്നു, പള്ളിയിലെത്തിയിട്ടില്ല. പള്ളിയിൽ ഒരു സംസാരത്തിൽ വെറുതെ പറഞ്ഞ ഇജ്ലിസ് എന്തോ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞതാ. പക്ഷേ ദൂരത്ത് കേട്ട സ്വഹാബി റസൂലുള്ള പറഞ്ഞതല്ലേ, അവിടെ ഇരുന്നു. ഉഹുദിന്റെ രണാങ്കണം, ശക്തമായ യുദ്ധം കഴിഞ്ഞിട്ട് അതിന്റെ പൊടിപടലങ്ങളെല്ലാം അവസാനിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ 70 സ്വഹാബത്തിനെ തെരഞ്ഞു പോവാ. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഉഹുദിന് 70 സ്വഹാബത്ത്. പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു അടക്കം 70 സ്വഹാബത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞ ഉഹുദ്. ചിലരുടെ മുഖം കാണാൻ കഴിയുന്നില്ല, ശരീരം കാണാൻ കഴിയുന്നില്ല, കൈകാലുകൾ അറ്റുപോയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പ്രയാസമുണ്ടായ ഉഹദിലേക്ക് റസൂൽ ഇങ്ങനെ പോകുമ്പോ ഒരു പെണ്ണിങ്ങനെ ഓടി വരിക. സഹോദരിമാരെ കേൾക്കണം, പുരുഷന്മാരെ ഭാര്യമാരോട് പറയണം. ഒരു പെണ്ണിങ്ങനെ ഓടി വരിക. അല്ലാഹു റസൂൽ പറഞ്ഞു അൽമർ അൽമർ, ആ പെണ്ണിനെ തടേ, ആ പെണ്ണിനെ തടേ. ഈ രംഗം കാണാൻ ആ പെണ്ണിന് പറ്റൂല. അത്രമേൽ വികൃതമായിട്ടുണ്ട് സ്വഹാബത്തിന്റെ ശരീരം, മുഖങ്ങൾ വികൃതമായിട്ടുണ്ട്, പ്രയാസമായിട്ടുണ്ട്. തടേ സഹാബത്തെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി സുബൈർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ തടയാൻ വേണ്ടി അവിടേക്ക് പോവാ. നോക്കുമ്പോ ഉമ്മയാ സഫിയ റളിയല്ലാഹു അൻഹാ. ഉമ്മയാ, ഉമ്മ അങ്ങോട്ടേക്ക് പോകരുത് ഉമ്മ. സഫിയ റളിയല്ലാഹു അൻഹു സുബൈർ റളിയല്ലാഹു ഒരു കുത്തു കൊടുത്തിട്ട് വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങി, വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങി. എന്നിട്ട് സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മ അവിടേക്ക് പോകരുതെന്ന് പറയണത് ആരാന്നറിയോ? അല്ലാഹുവിന്റെ റസൂലാ. പിന്നീട് ഒറ്റ സെക്കൻഡ് പോലും ഒരു കാല് മുന്നോട്ട് ചലിച്ചിട്ടില്ല. അവിടെ നിന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അവിടെ നിന്നു, അവിടെ നിന്നു. വികാരത്തിന്റെ വേദനിക്കുന്ന അങ്ങേറ്റത്തെ പ്രയാസം പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ സഹോദരൻ ഹംസാനെ കാണാൻ വേണ്ടിട്ട് ഓടുന്നത് ഊതിലേക്ക്. പക്ഷെ റസൂൽ പറയാണ് അവിടെ നിൽക്കാൻ. അവിടെ നിന്നു. വൈകാരികമായി വേദനകൾ അനുഭവിക്കുമ്പോഴും അള്ളാന്റെ റസൂൽ പറഞ്ഞത് കേട്ട് അവിടെ നിന്ന സ്വഹാബി വനിതയിൽ ഉമ്മമാരെ നമുക്ക് മാതൃകയുണ്ട്, പെൺകുട്ടികളെ നമുക്ക് മാതൃകയുണ്ട്, യുവാക്കളെ നമുക്ക് മാതൃകയുണ്ട്. ആ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ രക്ഷപ്പെടുന്ന സഹോദരങ്ങളെ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പിന്നെയോ ത്യാഗസന്നദ്ധത. എന്തിനവർ റെഡിയാ, എന്തിനു റെഡിയാ? അള്ളാഹു അവന്റെ റസൂൽ വിളിച്ചാൽ അവർ റെഡിയായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ വിദ്യാർത്ഥികൾ വരെ ആ രംഗത്ത് സജീവമായിട്ട് ഇറങ്ങി. പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ബദറിലേക്ക് ആ രൂപത്തിൽ ഇറങ്ങിയതാണ്. ചെറിയ മക്കൾ മുതൽ വിദ്യാർത്ഥികൾ വരെ, അതേപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഇറങ്ങി. ബദറിലേക്കുള്ള യാത്ര ചരിത്രത്തിൽ പറയുന്നുണ്ട്. 70 ഒട്ടകമുള്ളത് 313 പോണം. ഒരു ഒട്ടകത്തിൽ 3 ആള് കയറണം. 3 ആൾക്ക് ഒട്ടകത്തിൽ സഞ്ചരിക്കാൻ പറ്റൂല. ഒരാൾ സഞ്ചരിക്കും, 2 ആൾ നടക്കും. അങ്ങനെയാണ് ബദറിലേക്ക് ചുട്ടുപൊള്ളുന്ന ആ മണൽപ്പരപ്പിലൂടെ വീശടിക്കുന്ന ആ ചൂടുള്ള കാറ്റ് സഹിച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് പോയത്. റസൂലും സ്വഹാബി അബൂ ലുബാബയും അലി റളിയല്ലാഹു ഒരു ഒട്ടകത്തിൽ അവരാണ് നിശ്ചയിച്ചത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിമാരെ ഒട്ടകത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യാ. അലി റളിയല്ലാഹു ഒട്ടകത്തിൽ ഇരിക്കുമ്പോ റസൂൽ ഇങ്ങനെ നടന്നു പോകും, അബൂ ലുബാബ നടന്നു പോകും. റസൂൽ ഒട്ടകത്തിലിരിക്കുമ്പോ അലി റളിയല്ലാഹു നടന്നു പോകും, അബൂ ലുബാബ ഇങ്ങനെ നടന്നു പോകും. പക്ഷേ അലി റളിയല്ലാഹു സഹിക്കണില്ല, അബൂ ലുബാബക്ക് സഹിക്കണില്ല. ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങുക. അലി റളിയല്ലാഹു പറയുന്നു, റസൂലേ സഹിക്കണില്ല, റസൂലേ നിങ്ങൾ കയറിയിരിക്കുക, റസൂലേ ഞങ്ങൾ നടന്നോളാം, റസൂലേ ഞങ്ങൾ നടന്നോളാം, നിങ്ങൾ കയറിയിരിക്ക്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞറിയോ? മാ അൻതുമാ ബിഅഖ്വാ മിന്നി, നിങ്ങൾ എന്നേക്കാൾ ശക്തനല്ല, എനിക്കതിന് കഴിവുണ്ട്. എനിക്കതിന് കഴിവുണ്ടല്ലേ, എനിക്കതിന് കഴിവുണ്ട്, നിങ്ങൾ എന്നേക്കാൾ ശക്തനല്ല, ഞാൻ നടന്നോളാം. അവിടെ അവസാനിക്കലില്ല. വലാ അന ബിഅഗ്നാ അനിൽ അജ്രി മിൻകുമാ, അലി നിങ്ങളെക്കാൾ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഞാൻ ധന്യനല്ല അലി, ഞാൻ ചെയ്താലേ എനിക്ക് കിട്ടുള്ളൂ അലി, ഞാൻ ചെയ്താലേ എനിക്ക് കിട്ടുള്ളൂ അലി.
അബൂ ലുബാബയോട് അലിയോടും പറയാ, ഇങ്ങനെ നടന്ന് നീങ്ങിയിട്ട് സ്വർഗത്തിന്റെ ആ റബ്ബിന്റെ കോടതിയിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ചെയ്താലേ അലി എനിക്ക് കിട്ടുള്ളൂ. സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താ? ഒരു 5 വക്തിന് 3 വക്ത് നിസ്കരിച്ചാൽ തന്നെ നമ്മൾ വലിയ ആളായി അല്ലേ? 5 വക്തില് അവസാനത്തെ തഹ്തഹിയാത്ത് കിട്ടിയിട്ട് നിസ്കാരം കിട്ടിയാൽ തന്നെ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് പറയാ. 1000 രൂപ കൊടുക്കേണ്ടടുത്ത് 500 രൂപ കൊടുത്താല് നമ്മൾ ഭയങ്കര സംഭവമായിട്ട് പറയാ. ലോകത്തിന്റെ മുത്ത് നേതാവ് നടന്ന് നീങ്ങിയിട്ട് പറയാ, അലി ഞാൻ ചെയ്താലേ കിട്ടുള്ളൂ. 100 രൂപ കൊടുക്കേണ്ടടുത്ത് 10 ഇട്ടിട്ട് നമ്മൾ ഭയങ്കര സംഭവമായിട്ട് പറയാ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഈ ഒരു സ്വഭാവ ഗുണങ്ങളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിച്ച് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മറ്റൊരു ഗുണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗം എന്നൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹു വിളിച്ചാൽ അവരുടെ മനസ്സിൽ റസൂല് വിളിച്ചതല്ലേ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും പോലല്ലേ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതല്ല അവർ ഉദ്ദേശിച്ചത്. അവരുടെ മനസ്സിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത മനോഹരമായ ഒരു സ്വർഗ്ഗമായിരുന്നു അവരുടെ ലക്ഷ്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിങ്ങനെ ശക്തമായി യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുക. ആ സമയത്ത് സ്വഹാബത്തിന് ആവേശാക്കപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഖൂമൂ ഇലൽ ജന്നത്തി അർദുഹാ അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗത്തിനായി അണിനിരക്കൂ സഹാബത്തെ. ആ വാചകം കേട്ടപ്പോ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. എന്താ റസൂൽ പറഞ്ഞത്? ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗം. അതേ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗം. അദ്ദേഹം ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കെ ആ ഈത്തപ്പഴം വലിച്ചെറിഞ്ഞിട്ട് ഇത് തിന്നുന്നത് പോലെ എനിക്ക് എന്റെ ജീവിതത്തിൽ നഷ്ടാണെന്ന് പറഞ്ഞിട്ട് യുദ്ധക്കളത്തിലേക്ക് ഓടാണ് ഉമൈർ ഇബ്നു ഹുമാം. 14 പേര് ഷഹീദായ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് കാണാൻ സാധിക്കും. സ്വർഗ്ഗമായിരുന്നു ലക്ഷ്യം. ഇന്ന് യുദ്ധത്തിന് പോയ എന്റെ കച്ചവടാരെ നോക്കുന്നത് ചിന്തിച്ചിട്ടില്ല, എന്റെ കുടുംബാരെ നോക്കുന്നത് ചിന്തിച്ചിട്ടില്ല, എന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആരെ നോക്കുക ചിന്തിച്ചിട്ടില്ല. ഉമൈർ ഇബ്നു അബി വഖാസ് 12 വയസ്സുള്ള ആൾക്കാർ ഇവിടില്ലേ? കേട്ട ചരിത്ര. സഅദ് ഇബ്നു അബി വഖാസിന്റെ ഓരത്തിങ്ങനെ ഒളിച്ചും പാത്തും പതുങ്ങിയും വരികയാണ് ഉമൈർ ഇബ്നു അബി വഖാസ്. എന്താ ആഗ്രഹിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമൈർ ഇബ്നു അബി വഖാസ് സഅദ് ഇബ്നു അബി വഖാസിന്റെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചു വരിക. ഈ അങ്കി പോലും അണയാൻ കഴിയാത്ത ഒരു പ്രായം, 12-13 വയസ്സ് പ്രായം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഉമൈർ എവിടേക്കാ? അല്ലാഹുവേ, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം, ബദറിലെത്തണം, പങ്കെടുക്കണം, ഷഹീദാവണം. അല്ലാഹുവിന്റെ റസൂൽ തടഞ്ഞു. ഉമൈറെ, പ്രായമായിട്ടില്ല. നമ്മളോ സഹോദരങ്ങളെ, റസൂലിനെ തടഞ്ഞു, പൊട്ടിക്കരഞ്ഞു, ന്യായങ്ങൾ പറഞ്ഞു. റസൂലേ, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം, ഷഹീദാവണം, സ്വർഗ്ഗത്തിൽ പോകണം എനിക്ക്. അതിന്റെ ആഗ്രഹമാണ് റസൂലെ, തടയരുത്. ഉമൈർ ഇബ്നു അബി വഖാസിനെ അനുവദിച്ചു. യുദ്ധത്തിൽ പങ്കെടുത്തു, ഷഹീദായി. ഇന്ന് അവിടെ ബദറിൽ രേഖപ്പെടുത്തിയ ഷഹീദായ ആൾക്കാരുടെ പേര് രേഖപ്പെടുത്തുമ്പോൾ ഒന്നാമതായി നമ്മൾ കാണുന്നത് 12-13 വയസ്സുള്ള ഉമൈർ ഇബ്നു അബി വഖാസ. എന്റെ ആ പ്രായത്തിൽ കഴിച്ച് നടക്കേണ്ട, ആനന്ദിച്ച് ആഹ്ലാദിച്ച് നടക്കേണ്ട പ്രായത്തില് സ്വർഗം ചിന്തിച്ചിട്ട് പോയതെന്തുകൊണ്ടാണ്? സ്വർഗം ലക്ഷ്യമാകുന്നുണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലക്ഷ്യം നമുക്കുണ്ടാവണം. വിശുദ്ധ റമളാനില സ്വർഗവാതിൽ ഇങ്ങനെ തുറന്ന് കിടക്കുക. കുടുംബത്തോടെ സ്വർഗത്ത് പോകാൻ നമ്മുടെ ലക്ഷ്യം. കുടുംബത്തോടെ സ്വർഗത്ത് പോകാൻ. നമ്മുടെ ഇബാദത്തിൽ കുറവുണ്ടോ? എഡിറ്റ് ചെയ്യണം. നമ്മുടെ മക്കളെ വിവാദത്തിൽ കുറവുണ്ടോ? എഡിറ്റ് ചെയ്യണം. മക്കൾ എത്ര വരെ ഓതി ചോദിക്കാറുണ്ടോ? നമ്മൾ ചർച്ച ചെയ്യാറുണ്ടോ? നമ്മൾ സ്വർഗത്ത് പോകണം. നമുക്ക് യുദ്ധം ചെയ്യാനൊന്നും നമ്മുടെ മുന്നിലില്ല. ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുക, കൃത്യമായി നമസ്കരിക്കുക, സകാത്ത് കൊടുക്കുക, സ്വതക്ക ചെയ്യുക, ദാനം ചെയ്യുക, ധാരാളമായി ദാനം ചെയ്യുക. വിശുദ്ധ റമദാനിൽ അങ്ങേറ്റം നമ്മൾ ശ്രദ്ധിക്കുക. ഒരിക്കലും ദാനധർമ്മങ്ങളൊന്നും നമ്മുടെ സമ്പത്തിന്റെ ഒരാണു കുറക്കൂല. ആരാ പറയണത്? കളവ് പറയാത്ത മുത്തുനബിയെ പറയണത്. നിങ്ങളുടെ സമ്പത്ത് കുറക്കൂല. അല്ലാഹുവിന്റെ റസൂലാ പറയണത്. ഖുർആനാ പറയണത്. നിങ്ങളുടെ സമ്പത്ത് കുറക്കൂല. ധാരാളമായി ദാനം ചെയ്യുക. അതേപോലെ തന്നെ നന്മയിൽ മുന്നേറുക, സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമുക്ക് സ്വർഗ്ഗം നേടാനുള്ള ലക്ഷ്യം.
തറാവിഹി നമസ്കാരത്തിന് മാത്രം വരുന്നവരായിട്ട് പാരുന്നത്. ഇശ ജമാഅത്തിന് ഫുൾ ഉണ്ടാവണം പള്ളി. ഇശ ജമാഅത്തിന് ഫുൾ ഉണ്ടാവണം. തറാവിഹി ആസ്വദിച്ച് നിസ്കരിക്കാൻ കഴിയണം, പ്രാർത്ഥിക്കാൻ കഴിയണം. അങ്ങനെ ഈ സ്വർഗം കൊട്ടി തുറക്കപ്പെട്ട ഈ മാസത്തില് സ്വർഗത്തിന് വേണ്ടി അഹോരാത്ര പണിയെടുത്തിട്ട് അള്ളാഹു ബദരീങ്ങളെ സഹായിക്കാൻ അർഹരായതുപോലെ നമ്മുടെ വിശ്വാസം കൊണ്ട്